ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കനെ അങ്ങ് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ദ ബെസ്റ്റ് ഗ്രിൽഡ് ചിക്കൻ ഇൻ കൊച്ചി എന്നാണ് ടൈറ്റിൽ കിടക്കുന്നത്. ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കൂ, സംഭവം അടിപൊളിയാണ്. അപ്പം ഒരു ചിക്കൻ മുഴുവനെ നമുക്ക് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ മാറ്റി വയ്ക്കുക, ഡ്രെയിൻ ചെയ്യാനായിട്ട് വയ്ക്കുക. വിത്ത് സ്കിൻ തന്നെ എടുക്കുക കേട്ടോ ഗ്രില്ല് ചെയ്യുമ്പം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമ്മൾ ഒരു ഹാഫ് കപ്പ് കേട് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് എടുക്കണം. എന്നിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഒരു നാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമുക്ക് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള മസാല. എന്നിട്ട് നമ്മുടെ ചിക്കനെ ഇങ്ങനെ എടുക്കുന്നു, അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ ബോയിങ്ങിലെ സീനാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ചിക്കനിൽ എല്ലാം തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കണം. എന്നാലാണ് ഗ്രില്ല് ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ. പുറത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ കഴിച്ചിട്ടുണ്ടല്ലേ, ഞാനും കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു പുറമേയുള്ള ആ ഒരു ലെയറിന് മാത്രമാണ് കേട്ടോ ആ മസാലയുടെ ടേസ്റ്റ് തോന്നാറുള്ളൂ. ഉള്ളിലൊക്കെ ചുമ്മാ പുഴുങ്ങിയെടുത്ത പോലെയാണ് ഇരിക്കാറ്. എന്നാൽ ഇതങ്ങനെയല്ല, ഇത് നല്ല സൂപ്പർ ഫ്ലേവറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊരു മിനിമം 3 to 4 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. എന്നിട്ട് ഇത് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മൾ OTGയിലാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കമ്പിയിൽ കോർത്ത് അതിൻ്റെ രണ്ട് കൂർത്ത സാധനം വെച്ചിട്ട് അത് അനങ്ങാതെ രണ്ട് സൈഡിലും 2 എൻഡിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് എൻ്റെ കയ്യും കാലും ഒക്കെ പിടിച്ച് കെട്ടിയിടുക, ഓടിപ്പോവാതിരിക്കാനല്ല. ഇത് വെന്ത് കഴിയുമ്പം ഈ പീസസൊക്കെ അടർന്ന് ഓവൻ്റെ താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കെട്ടിയിടുന്നത്. അപ്പം ട്വയിൻ നൂല് വെച്ചിട്ട് നന്നായിട്ട് ഇത് ആ കമ്പിയിലേക്ക് ചേർത്ത് കെട്ടി വയ്ക്കുക. ഇതിങ്ങനെ കെട്ടുന്നതും കോർക്കുന്നതും ഒക്കെ അത്യാവശ്യം നല്ലൊരു പണിയാണ് കേട്ടോ. അപ്പം വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് എടുക്കാം. ഞാനും അതുപോലെ സഹായം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഒറ്റയ്ക്കല്ല. അപ്പം ഇതുപോലെ തന്നെ നന്നായിട്ട് കെട്ടി വയ്ക്കുക. കെട്ടി വെച്ചിട്ട് നോക്കിക്കേ, നമ്മുടെ ചിക്കൻ കമ്പിയിൽ കോർത്തു, കറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയും OTGയിൽ 200 degree Celsiusൽ 2 റോഡും താഴത്തെയും മുകളിലത്തെയും റോഡും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. 10 minutes ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പം പ്രീ ഹീറ്റിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കണേ. ഇനി നമുക്ക് ഒലീവ് ഓയിൽ കുറച്ച് എടുത്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ആണ് ഒലീവ് ഓയിൽ എടുത്ത് വയ്ക്കുക. 10 minute പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. ഈ കമ്പി കോർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അപ്പോൾ പിന്നെ അതവിടെ ഇരുന്ന് ഇങ്ങനെ പയ്യെ കറങ്ങി ആയിക്കോളും. അതിൻ്റെ താഴത്ത് ഞാൻ ട്രെയിൽ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ചിക്കനിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഫാറ്റും കാര്യങ്ങളും ഒക്കെ താഴെ ചാടുന്നതൊക്കെ അതിലേക്ക് വീണോളും. നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. കറങ്ങുന്ന കണ്ടോ, ഏകദേശം ഒരു 1 hour 1.5 hours എടുക്കും കേട്ടോ ഇതൊന്ന് കറങ്ങി സെറ്റ് ആവാനായിട്ട്. ഇടയ്ക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കണ്ടോ, അവൻ്റെ കളറൊക്കെ അങ്ങ് മാറി വരുന്നത് കണ്ടോ. ഇപ്പം നമ്മുടെ ആ പ്രദേശം മൊത്തം നല്ല ഗ്രിൽഡ് ചിക്കൻ്റെ മണമാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഡിപ്പും കൂടെ തയ്യാറാക്കാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. വെളുത്തുള്ളി ചതച്ചത് ഒരു 5-8 എണ്ണം, പിന്നെ ഒരു നാരങ്ങ സ്ക്വീസ് ചെയ്തത്, പിന്നെ ഒലീവ് ഓയിൽ, ഇത് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ചിക്കൻ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് പ്രത്യേക സ്വാദാണ് കേട്ടോ. എല്ലാവരും ഈ ഡിപ്പും കൂടെ ചേർത്തുണ്ടാക്കി നോക്കണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി. ഇനി ഈ ചിക്കനെ കമ്പിയിൽ നിന്ന് റിലീസ് ചെയ്താലോ. അതും വളരെ സൂക്ഷിച്ച്, നല്ല ചൂടായിരിക്കും കേട്ടോ, കൈയൊന്നും പൊള്ളാതെ വളരെ സൂക്ഷിച്ച് കമ്പിയിൽ നിന്ന് അതിനെ പയ്യെ ഇറക്കിയെടുക്കുക. ചിക്കൻ ഒന്നും വിട്ടുപോയിട്ടില്ല. കൈയും കാലും ഒക്കെ കെട്ടി വെച്ചതുകൊണ്ടാണ് അതിൽ നിന്ന് കൈയും കാലും ഒന്നും പോകാത്തത്. ഇത് ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം ഞാൻ മറിയത്തിന് വിങ്സാണ് കേട്ടോ ഇതിൽ ഏറ്റവും ഇഷ്ടം. അപ്പം മറിയത്തിന് വിങ്സ് മുറിച്ച് കൊടുക്കുന്ന സീനാണിത്. കണ്ടോ, വെൽ കുക്ക്ഡാണത്. കണ്ടാൽ പിന്നെ അറിയാം കേട്ടോ. ആ നൂലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കളയണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ പീസിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി മറിയം പറയട്ടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ
ഫൈനലി റെഡിയായി. ഓണസ്റ്റാണ്, കുറെ നേരം എടുത്തു, വിശക്കുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാം. കഴിച്ചിട്ട് ഒപ്പീനിയൻ പറയാം. ഗുഡ് ഐഡിയ. നല്ല ചൂടുണ്ട്. പോ പാ. അപ്പൊ നമ്മുടെ ചിക്കൻ വന്നു ഗൈസ്. നമ്മൾ ഇതിന്റെ ഒപ്പീനിയൻ പറയാം. കണ്ടോ, ഇത് നല്ല കാരമലൈസ്ഡ് ആയിട്ടിരിക്കാണ്. കണ്ടോ, അതിന്റെ സ്കിൻ അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കൊറിയ. ഞാൻ പല പ്രാവശ്യങ്ങൾ കഴിച്ചിട്ടുള്ളതാ, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. പ്രോമിസ്. അപ്പോ ഇത് വിങ്സ് ആണ്. ഞാൻ സാധാരണ വിങ്സ് ആണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് വിങ്സ്, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇതിനകത്ത് ചിക്കനിലോട് വിങ്സ് ഒക്കെ പൊക്കോട്ടെ, ചിക്കൻ വന്നാട്ടെ. ഒരു നല്ല കാരമലൈസ്ഡ് പീസ് എടുത്തിട്ട് കണ്ട യമി ആ സ്കിന്ന് നല്ല മസാല വെച്ച് പരത്തിയിട്ട് ആ ഒരു അതല്ലേ, അതൊക്കെ ഉണ്ട്. എരിവ് പ്രത്യേകിച്ച് ഒന്നുമില്ല. നല്ല സോഫ്റ്റാണ്, ജ്യൂസിയാണ്, വളരെ ഈസിയാണ് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. വീണ്ടും കഴിക്കാൻ തോന്നും. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇനി കഴിക്കാൻ തോന്നുള്ളൂ. എനിക്കിഷ്ടായി.